ഒരുപാട് സന്തോഷം. കൈരളി ടി വിയുടെ ജ്വാല പുരസ്കാരം സ്വീകരിക്കാൻ സാധിച്ചതിൽ. ചിലപ്പോൾ ഓർക്കും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരുപാട് സന്തോഷം എന്ന് പറയുന്നതാണെന്ന്. ഒരിക്കലും അല്ല. കാരണം ശാലിനി ചേച്ചിക്ക് 2016 മമ്മൂക്ക അവാർഡ് കൊടുത്തപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന അതേ വർഷം ഞാനും ഈ പുരസ്കാരം വാങ്ങിക്കും എന്ന്. ഞാനും മനസ്സിൽ വിചാരിച്ച അതാണ്. അപ്പോൾ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അമൃത ചേച്ചി ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടറായെങ്കിലും അങ്ങനെയൊന്നും കാണിച്ചില്ല. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഒരു അവാർഡ് തന്നെയായിരുന്നു ഇത്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. എല്ലാവരും ഒരുപാട് ദൂരങ്ങളിൽ നിന്നൊക്കെ എത്തിയേക്കുന്നവരാണ്. വളരെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച് വളർന്നു വന്ന ചെത്തിപ്പുഴയിലെ SD സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സി ഹോം എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവിടുത്തെ അമ്മമാർ 2 പേര് വന്നിട്ടുണ്ട്, സെലിൻ ജോസ്മയും നവിതാമ്പയും. തീർച്ചയായിട്ടും എൻ്റെ ബാല്യം മുതൽ എന്നെ വളർത്തി വലുതാക്കിയ ഒരു കരുതലിൻ്റെ കരങ്ങളാണ് മേഴ്സി ഹോമിലെ SD സിസ്റ്റേഴ്സായ അമ്മമാരുടേത്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഞാനിവിടെ എറണാകുളം YWCA താമസിച്ച് വരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ചൊക്കെ ഈസി ആയിട്ട് കിട്ടുമായിരിക്കും, ചെറിയൊരു കാലതാമസമേ നേരിടേണ്ടി വരത്തുള്ളൂ, ഒരു 6 വർഷക്കാലം ഒരിക്കലും നേരിടേണ്ടി വരില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഇത്രയും നാളൊന്നും എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു അന്ന്. അപ്പോൾ ഒരുപാട് ടെൻഷനിൽ കൂടി കടന്നു പോയപ്പോൾ, പ്രത്യേകിച്ച് എനിക്കൊന്ന് YWCA ഡിസേബിൾഡ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്നുള്ള ഒരു റെക്കോർഡിനും ഞാൻ അർഹയാണെന്ന് തോന്നുന്നു. കാരണം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു YWCA ഇങ്ങനെ ഒരാൾ. തീർച്ചയായിട്ടും അവരെന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ് ഇന്നെനിക്ക് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചത്. എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ബാലപാഠങ്ങൾ YWCA ലോൺ ഏരിയയിലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അവിടുത്തെ ഒരു പോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കാരണം അതോടുകൂടി വളരെ ശ്രദ്ധിച്ചും ഭയങ്കര കെയർഫുള്ളായിട്ടും ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു 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 പ്രചോദനവും ഒരു ഇതുമായിരുന്നു എനിക്ക് അതൊന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഞാൻ YWCA എൻ്റെ ഫ്രണ്ട്സ് 8 വർഷമായി ആ ഓരോ കാലഘട്ടത്തിലും എൻ്റെ പേരൻസോ എൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഞാൻ വളരെ പ്രിയപ്പെട്ടവരെന്ന് വിചാരിക്കുന്നവരോ ആയിരുന്നില്ല എന്നോടൊപ്പം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓരോ ഫ്രണ്ട്സുമാണ് ദിൽപ്രിയ, അലീന, അതുപോലെ തന്നെ അമൃതയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഒരു വളരെ കരുതലുള്ള ഒരു കരങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ കരങ്ങളായിട്ട് എനിക്കെപ്പോഴും ശക്തിയും പ്രചോദനവും തരുന്നത്. അതുപോലെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ഊർജം നൽകുന്നത് ഫാദർ ബിജോ, അതുപോലെ സിസ്റ്റർ സെൽവി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് ഞാനിനി പറയാൻ പോകുന്നത്. കാരണം ഇന്നെനിക്ക് ഈ വേദിയിൽ വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനോ എനിക്ക് സാധ്യമായിരുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ഭയങ്കര ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഫുൾ ബെഡിലായി പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, അല്ലെങ്കിൽ എൻ്റെ കാലുകൾ കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാനായിട്ട് എന്നെ പ്രാപ്തിയാക്കിയത് കാണുന്നില്ല. എൻ്റെ ഫ്രണ്ടുണ്ട് ടെസ്സിൻ്റെ പേരൻസാണ്. ടെസ്സിൻ ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല, കുവൈറ്റിലാണ്. അപ്പോൾ ടെസ്സിൻ്റെ പേരൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു അത്. ഒപ്പം തന്നെ മമ്മൂക്ക എന്നോട് ദേഷ്യം തോന്നല്ല. കാരണം മമ്മൂക്കയുടെ സിനിമകൾ പണ്ട് TV വരുമ്പോൾ പതിയെ റിമോട്ടിൽ നിന്നും ബാറ്ററി ഊരി മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ പപ്പ മമ്മൂക്കയുടെ വലിയൊരു ഫാനായിരുന്നു. തീർച്ചയായിട്ടും പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേദിയിൽ തീർച്ചയായിട്ടും പപ്പ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ സിനിമ കാണുമ്പോൾ ഞങ്ങൾ പതിയെ റിമോട്ട്, കാരണം ഈ മമ്മൂക്കയുടെ എനിക്കിപ്പോൾ ഇത് ടെൻഷൻ കാരണം പറയാൻ കിട്ടുന്നില്ല, ഡാൻസ് കളിക്കുന്ന സിനിമയൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം മമ്മൂക്കയായിരുന്നു. അങ്ങനെ അത്രത്തോളം കണ്ടിട്ടുണ്ട്. അപ്പോൾ പപ്പ പറഞ്ഞ് എന്താ പറയുക, ഇഷ്ടപ്പെടാണ്ട് അങ്ങ് സ്നേഹിച്ചു പോയൊരു നല്ല മനുഷ്യനാണ് മമ്മൂക്ക.
താങ്ക് യു മമ്മൂക്ക. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു മമ്മൂക്ക ചെയർമാൻ തിരഞ്ഞെടുക്കുന്ന പ്രത്യേക അവാർഡാണ് എനിക്കിന്നിവിടെ കിട്ടുന്നതെന്ന്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു മമ്മൂക്ക നിന്നെ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, വെറുതെ പറയുന്നതായിരിക്കും കൈരളി TV ചാനലുകാരെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പാണ് മമ്മൂക്ക ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മമ്മൂക്ക നന്നായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ സ്പെഷ്യലാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളൊക്കെയാണ് എന്നെ ഇന്നിവിടെ നിർത്താനായിട്ടുള്ള ഏറ്റവും എനിക്ക് വലിയ ശക്തി എന്ന് പറയുന്നത്. പിന്നെ ഒപ്പം തന്നെ ഇവിടെ അവാർഡ് വാങ്ങിച്ച 3 എൻ്റർപ്രണേഴ്സ് ഉണ്ട്. എനിക്കും ഒരു എൻ്റർപ്രണർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എന്തോ എന്നെ പുറകോട്ട് വലിക്കുന്നു. പക്ഷേ എനിക്കും തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ ശക്തിയും പ്രചോദനവും ഒക്കെയാണ് നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജിലു. ജിലുവിൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ, സാക്ഷാത്കരിക്കാൻ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. നല്ലൊരു കൈയടി, നല്ലൊരു അടിപൊളി കൈയടി, മികച്ച കൈയടി കൊടുക്കാം. താങ്ക് യു.